നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. നവകേരള സദസ്സിനിടയിലുണ്ടായ അതിക്രമങ്ങളും കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ തല്ലിച്ചതച്ച യുവജന സംഘടനയുടെ രക്ഷാപ്രവർത്തനവും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതൊന്നും കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലുണ്ടായിരുന്ന കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരിൽ യുവാക്കളെ തെരുവുകളിൽ രാഷ്ട്രീയ എതിരാളികൾ അതിക്രൂരമായി മർദ്ദിക്കുന്നതിലും പോലീസ് അതിനെല്ലാം മൂകസാക്ഷിയായി മിക്കയിടത്ത് നിൽക്കുന്നതിലാണ് കേരളം സാക്ഷിയായത്. ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഒരു എതിർ ശബ്ദവും ഉയർന്നിരുന്നില്ല. മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ സുധാകരൻ ഇതിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യനാകുമ്പോഴാണ് പാർട്ടി വളരുന്നതെന്നാണ് സുധാകരൻ പറയുന്നത്. പിണറായി അടക്കം ഉന്നത നേതാക്കളെ നോട്ടമിട്ട് തന്നെയാണ് 5-6 പേരെ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ ചിലർ കരുതുന്നത് തെറ്റാണ്. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സുധാകരന്റെ ഈ വാക്കുകൾ പാർട്ടിക്കുള്ളിലെ കോർക്കാസുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർട്ടിക്ക് വെളിയിലുള്ളവർ ഇത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? അതിൽ കണ്ണൂരിൽ അപൂർവ മായാമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം. ആലപ്പുഴയിൽ എങ്ങുമില്ല. മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സത്യസന്ധമായി പറയുകയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓരോ വാക്കും പ്രവൃത്തിയും തന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ എത്തിക്കണം. അല്ലാതെ ആശയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മറ്റുള്ളവരുടെ മുഖത്ത് അടികൊടുത്തിട്ട് നിന്റെ പാട്ടിന് പോ, ഞങ്ങൾ കുറച്ചുപേർ ഇവിടെ മതിയെന്ന് പറയുന്നത് ശരിയായ ശൈലിയല്ല. കോൺഗ്രസിനും ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കിയത്. ആലപ്പുഴയിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന MLA അടക്കമുള്ളവർക്കെതിരായും സുധാകരൻ പ്രസംഗിച്ചു. പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു MLA പറഞ്ഞു. പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം, കേൾക്കാതെ പറ്റില്ല എന്നും സുധാകരൻ വ്യക്തമായി തുറന്നടിച്ചു. പിണറായി സർക്കാരിൽ മന്ത്രിയായ സുധാകരന് 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു. എന്തുകൊണ്ട് അദ്ദേഹത്തെ അമ്പലപ്പുഴയിൽ നിർത്തിയിരുന്നുവെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടേ? പക്ഷേ കാരണഭൂതന്റെ തന്നിഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് സുധാകരനെയും ഐസക്കിനെയും വെട്ടിനിരത്തിയത്. പാർട്ടിയിലും സുപ്രധാന ചുമതല സുധാകരന് നൽകുന്നില്ല. ഇതിനിടയിലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ തുറന്നു പറഞ്ഞുള്ള സുധാകരന്റെ പ്രസംഗം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. സുധാകരനിൽ നിന്നുള്ള തുടർചലനങ്ങൾ ഇനിയും ഉണ്ടാവും. പാർട്ടിക്ക് കനത്ത പ്രഹരം തന്നെയാവും സുധാകരനിൽ നിന്ന് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP നടത്തുന്ന സ്നേഹയാത്രയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. ജനതയാകെ ഉരുതി കൊടുക്കുവാൻ കൂട്ടുനിന്നിട്ട് പിന്നീട് വോട്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അവരെ സമീപിക്കുവാൻ ശ്രമിച്ചാൽ നടക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. സമാധാനം നിലനിൽക്കുന്ന കേരളം എങ്ങനെ കലുഷിതമാക്കാമെന്നാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചില രൂപങ്ങൾ വന്ന് കോമാളിത്തം കാണിക്കുന്നു. പാവക്കൂത്താണ് നടക്കുന്നത്. അതിനു പിന്നിൽ ചരട് വലിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയില്ലേ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പ്രതിപക്ഷത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. ജനങ്ങൾ അതിശയകരമായ സംയമനം പാലിച്ചു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനായി കാരവാൻ വാങ്ങിക്കണമെന്ന ആവശ്യവുമായി ക്രമസമാധാന വിഭാഗം ADGP MR അജിത് കുമാർ. മുഖ്യമന്ത്രി നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ്. അതിനാൽ സഞ്ചരിക്കുന്ന ഓഫീസിന് കാരവാൻ ആവശ്യമാണ്. മുഖ്യമന്ത്രി ഒരാളേ ഉള്ളൂ. അദ്ദേഹം 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാണ്. അല്പം നേരം മാറി നിന്നാൽ ആ റോൾ ചെയ്യാൻ വേറൊരു മുഖ്യമന്ത്രി നമുക്കില്ല. അതിനാൽ ഏതു നേരത്തും അതിന് കഴിയുന്ന സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകേണ്ടത്. സുരക്ഷാ ഭീഷണികൾ പുറത്തു പറയാനാകില്ല. മാവോവാദി ഭീഷണിയുണ്ട്. Z+ കാറ്റഗറിയിലുള്ള വ്യക്തിക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ നേരിയ സാധ്യത പോലും തള്ളിക്കളയാതെ പരിഗണിക്കണമെന്നും ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പെരുമ്പാവൂരിൽ നവകേരള സദസ്സിന്റെ ബസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എയർ ഉണ്ടായതിൽ പിന്നെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. പോലീസിന്റെ മുഴുവൻ സംവിധാനവും പൂർണ്ണമായി റോഡിലിറങ്ങി. മുഴുവൻ പോലീസിനും അഭിമാനിക്കാവുന്ന അസൈൻമെന്റ് ആയിരുന്നു നവകേരള സദസ്സിന്റെ സുരക്ഷയെന്നും അവകാശപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് നവകേരള ബസ് വാങ്ങിയത് വൻ വിവാദമായിരിക്കുമ്പോഴാണ് പുതിയ കാരവാൻ ആവശ്യം ഉയർന്നിരിക്കുന്നത്. അതേസമയം പെൻഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരിനുമെതിരെ ഹൈക്കോടതിയിൽ വരെ പോയ മറിയക്കുട്ടി BJPയുടെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്മസ് സായാഹ്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. BJP വേദിയിലും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി തന്നെ വിമർശിക്കാൻ മറിയക്കുട്ടി മറന്നില്ല. പിണറായി വിജയന്റെ ഭരണത്തെ കേരളം കടലിൽ മുക്കുമെന്നും ഭരണം ജനങ്ങൾക്ക് മടുത്തെന്നും മറിയക്കുട്ടി പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് അരി കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. പ്രധാനമന്ത്രി മോദിയാണ് അരി തരുന്നത്. പിണറായി വിജയന്റെ ഗുണ്ടകൾക്കാണ് ഇവിടെ ജോലി കിട്ടുന്നത്. പോലീസ് മറ്റുള്ളവരുടെ
തലതല്ലി പൊളിക്കുമ്പോൾ പിണറായി വിജയന്റെ ഗുണ്ടകളെ ഉമ്മ വയ്ക്കുകയാണെന്നും സമരം ചെയ്തവരെ തല്ലിയ പോലീസുകാർക്ക് ജനം മാർക്കിട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ നാട് രക്ഷപ്പെടുമെന്നും പറഞ്ഞു. CPIM ഒഴികെ ആര് വിളിച്ചാലും താൻ അവരുടെ വേദികളിൽ പോകുമെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു. നേരത്തെ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഭിക്ഷയാചിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു മറിയക്കുട്ടി ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പിന്നീട് കേരള സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. നന്ദി, നമസ്കാരം.